ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ കാലം മാറിയപ്പം പാട്ടിൻ്റെയൊക്കെ സ്റ്റൈല് മാറി. പണ്ട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എഴുതിയ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ പുതിയ തലമുറയിലെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാർ എഴുതിയിട്ട് പല വർക്കുകൾ ഇന്ന് നമുക്ക് യൂട്യൂബിനകത്ത് കാണാം. അതുപോലെ പാട്ടിലൂടെ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ച് പറയാൻ പറ്റിയ, പ്രതിഷേധിക്കാൻ പറ്റിയ ആ ഒരു കാഴ്ചപ്പാടും മൈൻഡും ഒക്കെ ഇടയ്ക്ക് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്ന് പറയുന്നത് അവനെപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കും. കലഹങ്ങൾക്ക് മുകളിൽ കലഹങ്ങളോട് കലഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കലാകാരൻ എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം. ഇപ്പോൾ ഞാൻ ഒരു പാട്ട് എഴുതുമ്പോൾ പ്രണയം മാത്രമല്ല സബ്ജക്റ്റുകൾ, ഇമോഷണൽ ബോണ്ടുകൾ പലതുണ്ട്. സൗഹൃദങ്ങളുണ്ടാവാം, അമ്മയോടുള്ള സ്നേഹം ഉണ്ടാവാം, പിതാവിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവും. യഥാർത്ഥ കലാകാരനാണെങ്കിൽ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വരണമെന്ന് ഒരു സൈഡ് മാത്രമല്ല, അല്ലാതെ എല്ലാ കാര്യങ്ങളും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ എഴുത്തുകളും ഒരു സ്റ്റോറി ലൈൻ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എഴുതാറ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സാമൂഹികമായിട്ട് ഒരുപാട് സമകാലിക പ്രസക്തിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഗാസയിൽ എത്രയോ കുഞ്ഞുങ്ങളെ, ഗാസ എന്ന് മാത്രമല്ല, അത് നൈജീരിയയിലായാലും ഉഗാണ്ടയിലായാലും എവിടെയായാലും ഏത് സ്ഥലങ്ങളിലായാലും എവിടെയൊക്കെ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ജീവിതങ്ങളാണ്. ഒരു സ്വേച്ഛാധിപത്യത്തിനോടോ അല്ലെങ്കിൽ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അല്ലെങ്കിൽ എന്ത് അധികാരത്തിന് വേണ്ടിയാലും എന്ത് നേടിയെടുക്കാനായാലും എൻഡ് ഓഫ് ദി ഡേ ദേ ആർ കില്ലിങ് പീപ്പിൾ. അവിടെ ഒരു മനുഷ്യ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യന് എവിടെയാണ് അധികാരം? നമുക്ക് ഒരു മനുഷ്യന് ഒരു ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് അങ്ങനെയാണ് നമ്മൾ എടുക്കുക. എത്ര നിരപരാധികളായിട്ടുള്ള, എവിടെയും കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ്.